ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഗേൾ ഹൂ ഗോട്ട് അവേ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അതിലെന്തായാലും ആ ഒരു കഥയിൽ എന്തായാലും ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുമല്ല, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും ഈ ഒരു മൂവിയുടെ പോക്ക്. അതെന്താണെന്ന് ഈ ഒരു മൂവി കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 1998 ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്ക് രാത്രി സമയത്ത് ഒരച്ഛനും മകനും അവരുടെ കാറിൽ വേറെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല, കാട് പോലുള്ളൊരു ഭാഗമാണ്, നല്ല ഇരുട്ടുണ്ട്. ഇവരായാലും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെയായിട്ട് എന്തോ ഒരു കാര്യം അവർ കാണുന്നു. എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും റോഡിലൂടെ ഒരു വെള്ള വസ്ത്രമില്ലിട്ടൊരു സ്ത്രീ നടന്നിങ്ങനെ പോകുന്നുണ്ട്. ഇവർ വണ്ടിയായിട്ട് കുറച്ച് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ കയ്യിലൊരു കത്തിയുണ്ട്. ഇവരെ കാണുമ്പോൾ തന്നെ അവർ ആ ഒരു റോഡിന്റെ സൈഡിലേക്ക് മാറി ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. ഇവരായാലും വലിയ രീതിയിൽ വണ്ടി നിർത്താതെ അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ചെറിയ പയ്യൻ പറയുന്നത്, അല്ലച്ച അവരുടെ ദേഹമെല്ലാം മുറിഞ്ഞിട്ടുണ്ട്, നമുക്ക് അവരെ രക്ഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു അച്ഛനാണെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അയാൾ പറയും, ഇല്ല മോനെ, നമുക്ക് എന്തായാലും ഉടനെ തന്നെ പട്ടണത്തിലേക്ക് പോയിട്ട് പോലീസിനെ വിളിച്ച് കാര്യം അറിയിക്കാം എന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് പിന്നെ മുന്നിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ആ റോഡിൽ മറ്റൊരു കാര്യം കാണുന്നത്. വേറൊന്നുമല്ല, അതേപോലെ തന്നെ വെള്ള വസ്ത്രം ധരിച്ച ഒരു ചെറിയ പെൺകുട്ടി, ഏകദേശം ഒരു 10-16 വയസ്സുണ്ടാവും. അവളായാലും നല്ല പേടിച്ചിട്ട് അങ്ങനെ ഓടുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ കണ്ട ആ ഒരു സ്ത്രീ കത്തിയും കൊണ്ട് ഈ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ട് പുറകെ വന്നതാണ് എന്ന് കാണുന്നത് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ആ ഒരു വണ്ടിയിൽ പോകുന്ന രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അതുമല്ല, ഇവരുടെ വണ്ടിയുടെ ആ ഒരു വെട്ടമടിക്കുമ്പോൾ തന്നെ ആ ഒരു പെണ്ണ് അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് ഓടിക്കായിരുന്നു. അപ്പൊ ഇത് കാണുന്ന ആ ഒരു ചെറിയ പയ്യൻ പറയും, അച്ഛതേ ഒരു പെൺകുട്ടി ഇതോ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അച്ഛനായാലും പെട്ടെന്ന് വണ്ടി അവിടേക്ക് നിർത്തിയിട്ട് ഇപ്പൊ ആ ഒരു ചെറിയ പയ്യനോട്, ഓക്കെ മോനെ, എവിടെയും പോകരുത്, ഞാൻ വെളിയിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഡോറ് ലോക്ക് ചെയ്യണം, ഞാനല്ലാതെ വേറെ ആര് വന്നാലും ഡോറ് തുറക്കരുത് എന്നും പറഞ്ഞിട്ട് ആ ഒരു അച്ഛൻ ഒരു ടോർച്ച് എടുത്ത് ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അയാൾ കയറി പോകുന്നത് ഈ ഒരു ചെറിയ പയ്യൻ കാറിനകത്ത് പേടിച്ച് നിൽക്കാണ്. പാവം, ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നു. കാരണം അയാൾ അത്രയും പേടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടും അവന്റെ അച്ഛൻ വരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ അകത്തേക്ക് ഓടിക്കയറി ആ ഒരു ചെറിയ പെൺകുട്ടി ഈ ഒരു കാറിനടുത്തേക്ക് വന്നിട്ട്, പ്ലീസ് തുറക്ക്, അവരെന്നെ കൊല്ലാൻ വരുന്നുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവരാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഡോർ അങ്ങ് തുറന്നു കൊടുക്കും. അപ്പൊ ഈ ഒരു പെണ്ണ് അകത്തേക്ക് കയറിയിട്ട് ഡോർ നല്ലതുപോലെ അടച്ച് ലോക്ക് ചെയ്തിട്ട്, ബാ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ആ ഒരു പയ്യൻ പറയും, ഇല്ല എന്റെ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ വന്നിട്ട് നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നതും പുറകിലൂടെ നടന്നു വന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ കത്തിയും കൊണ്ട് ഈ ഒരു കാറിനടുത്തേക്ക് വന്നു. ഇതുകൂടി കാണുന്നതും ആ ഒരു പെണ്ണും ഈ ഒരു ചെറിയ പയ്യനും പേടിച്ചിട്ട് അലറി വിളിച്ച് ഇവർ കരയാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ വന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് അതിന്റെ ഗ്ലാസ് അങ്ങ് ഇടിച്ച് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് ഇവരെ പിടിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കൈയിടാണ്. രണ്ടുപേരും പേടിച്ചലറിയിരിക്കുമ്പോൾ പുറകിലൂടെ ആ ഒരു അച്ഛനുണ്ടല്ലോ, അയാൾ വന്നിട്ട് ഈ ഒരു സ്ത്രീ ഒരു ഒറ്റയടി അവരുടെ ബോധം പോയിട്ട് താഴെ വീഴും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് പോലീസുകാരെല്ലാം വന്നു, ആംബുലൻസ് എല്ലാ കാര്യങ്ങളും വന്നിട്ട് ആ ഒരു രക്ഷപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ അവിടെ ഇരുത്തി അവളോട് വന്ന് ചോദിക്കുന്നുണ്ട്, മോളി നീ ഓക്കെ അല്ലേ, നീ എവിടുന്നാ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതല്ല, ഇവിടെയാണെങ്കിൽ ഗെറി ബെൽ എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ട്. അപ്പോഴേക്കും ആ ഒരു പെൺകുട്ടി അയാളെ നോക്കിയിട്ട് എന്റെ പേര് ക്രിസ്റ്റീന എന്നാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ ഇവിടെ എഴുതി കാണിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറി നടക്കാൻ പോകുന്നത് 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അങ്ങനെ തന്റെ ക്ലാസ്സിലെ ആ ഒരു കുട്ടികൾക്ക് ആ ഒരു ക്ലാസ്സെല്ലാം എടുത്തിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ അവളുടെ സുഹൃത്തുക്കൾ അടുത്തിരിപ്പുണ്ട്. ആ ഒരു പെൺകുട്ടിക്ക് സിഗരറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവൾ ഹീറോയിനെ നോക്കിയിട്ട് അത് വാങ്ങുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നത് ഒരു ഓർഫണിലാണ്. ഈ അനാഥരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ താമസിക്കുന്ന സ്ഥലം അവിടുത്തെ മെയിൻ ഹെഡ് ആയിട്ടുള്ള ആ ഒരു ഓഫീസറിനെ പോയി കണ്ടിട്ട് അയാൾക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പുതിയ വീടിന്റെയാണ്. എന്നിട്ടാണ് അയാളോട് പറയുന്നത്, ഇതുപോലെ ഞാൻ പുതിയൊരു വീട് വാങ്ങിയിട്ടുണ്ട്, അവിടെ അവൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോഴാണ് അയാൾ ചോദിക്കുന്നത്, അല്ല എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ തന്നെ തിരഞ്ഞെടുത്തത്, ഇവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അറിയാം, എന്റെ അവസ്ഥയും ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു പെൺകുട്ടി അങ്ങനെയായി മാറരുത്, അതുകൊണ്ടാണ് ഞാൻ അവളെ തന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ നേരത്തെ ആ ഒരു ജനാല വഴി താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിയെ ഹീറോയിൻ തന്റെ മകളായിട്ട് ദത്തെടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അതേ സമയം ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരാൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുന്നിൽ ഒരു കാറ് മരത്തിലിടിച്ച് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അപ്പൊ ഇയാളായാലും വണ്ടി അവിടെ നിർത്തി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവർ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതാണെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഓടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതൊരു പോലീസ് വണ്ടിയാണ്. അങ്ങനെ അവനായാലും നേരെ അകത്തേക്ക് കയറിയിട്ട് അതിനകത്തുള്ള ഒരു റേഡിയോ ഉണ്ടല്ലോ അതുവഴി, പ്ലീസ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു പോലീസുകാരി
അവർ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കാണ്. അവരുടെ തലയാണെങ്കിൽ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരുത്തൻ പറയും, ഇല്ലില്ല, ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് അവരുടെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് ഇറങ്ങുന്നു. കാണിക്കുമ്പോഴത്തേക്കും പുറത്തൊരു സ്ത്രീ ഉണ്ട്, അത് വയസ്സായിട്ടുള്ള സ്ത്രീ. അവരുടെ കയ്യിലാണെങ്കിൽ ഒരു ബാൻഡെല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു തോക്ക് കൊണ്ട് ഇവന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവനായാലും പേടിച്ചിട്ട് സോറി എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ഇവൻ ആ ഒരു കാറിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓടി അവന്റെ കാറിലേക്ക് ഓടി കയറാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ അതിനു മുന്നേ തന്നെ അവന്റെ കഴുത്തിലേക്ക് ഷൂട്ട് ചെയ്ത് ആ ഒരുത്തനെയും കൊന്നു. അത് കഴിഞ്ഞ് നേരെ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ആ ഒരു ഫോണും എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഇപ്പോ ഇവനെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരെയും കൊണ്ട് ആ ഒരു പോലീസുകാരി വരുന്ന വഴിക്കാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു വയസ്സായിട്ടുള്ള ആള് തന്റെ വീട്ടിലിരുന്നിട്ട് TV എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അയാൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. എടുത്ത് ചെവിയിൽ വെച്ച ഉടനെ അയാൾ എന്തോ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. അങ്ങനെ അതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജാമി ഒരു പോലീസുകാരനാണ്. അവനിപ്പോ ഏതൊരു വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കാണ്. വേറെ ഒന്നല്ല, ഈ ഒരു വീട്ടിൽ താമസിക്കുന്നവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അവരുടെ കാലാവധിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരെ ഇറക്കി വിടാൻ വേണ്ടി വന്നേക്കാണ്. അങ്ങനെ ജാമി ആയാലും പതിയെ ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് സാർ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അകത്ത് നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ ജാമി ആയാലും അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ജാമിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് വേറെ ആരുമല്ല, നേരത്തെ ആ TV കണ്ടോണ്ടിരുന്നല്ലോ അയാളാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ ജാമി പറയും, സാർ പറയൂ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജാമി അകത്ത് നിൽക്കുന്ന അതേ സമയം തന്നെ ഈ ഒരു വീടിന്റെ മുകളിലത്തെ ഭാഗത്ത് ആരും നടക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീടിനകത്ത് ആരും ഇല്ലാതില്ല, ആരൊരാളുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഫോണിലൂടെ വിളിക്കുന്ന അയാൾ പറയുന്നുണ്ട്, 20 വർഷങ്ങൾക്ക് മുന്നേ എലിസബത്ത് കോൾഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ത്രീ 5 ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. മാസനയിൽ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് നിന്നും 3 പെൺകുട്ടികളെയും വീറ്റണിൽ നിന്നും 2 പെൺകുട്ടികളെയും. ഈ 2 കേസുകളിലും പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവരെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അതും അവരുടെ മാതാപിതാക്കളെ കൊന്നുകൊണ്ട്. വർഷങ്ങളായിട്ട് ഈ ഒരു കേസിന്റെ പുറകെ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് ഞാനും. പിന്നീട് അവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ജാമി ചോദിക്കും, അല്ല ഗെറി ഇതൊക്കെ ഇപ്പോ എന്നോട് എന്തിനാ പറയുന്നേ? അല്ല, ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ജയിലിൽ നിന്നും ഒരു തടവുകാരനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. കൊണ്ടുപോയ പോലീസുകാരി മരിച്ചു, തടവുകാരി രക്ഷപ്പെട്ടു. അപ്പൊ തന്നെ ജാമി ചോദിക്കുന്നുണ്ട്, അത് എലിസബത്ത് തന്നെയാണോ? അത് എലിസബത്ത് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അന്ന് ഞങ്ങൾ എലിസബത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവളുടെ വീട്ടുമുറ്റത്ത് നിന്നും തട്ടിക്കൊണ്ടു പോയതിൽ 4 പെൺകുട്ടികളുടെ ശരീരം ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അതിൽ 5ാമത്തെ പെൺകുട്ടിയാണ് രക്ഷപ്പെട്ടത്. അവൾ ഇപ്പോഴും ഈ ഒരു പട്ടണത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. എനിക്കിപ്പോ തോന്നുന്നത് വേറെ ഒന്നുമല്ല, എലിസബത്ത് അവളെ അന്വേഷിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നീ എന്തായാലും അവളുടെ അടുത്തേക്ക് ഒന്ന് പോകണം എന്നുള്ള കാര്യം നമ്മുടെ ജാമിയോട് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ജാമിയുടെ പുറകിലെ എന്തോ ഒരു ശബ്ദം, ഒരു തോക്ക് ചൂണ്ടുന്ന പോലെ. ജാമി ഗെറി എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനോട് പറയും, ഓക്കെ ഗെറി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു വീട്ടിൽ താമസിച്ചിട്ടിരുന്ന ഒരാളാണിത്. അയാളിപ്പോ തോക്ക് കാണിച്ചിട്ട് പറയും, ഇല്ല, ഈ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും പോകത്തില്ല. എന്റെ 2 പെൺകുട്ടികൾ, അതേപോലെ തന്നെ ഞാൻ, എന്റെ ഭാര്യ, എല്ലാവരും ഇവിടെയാണ് ജീവിച്ചത് എന്നെല്ലാം പറയുമ്പോൾ ഓക്കെ അതെല്ലാം ശരിയാണ്, നീ തോക്കിപ്പോ താഴെ വെക്കും, നമുക്ക് സംസാരിക്കാന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയാൾ ആ ഒരു തോക്കെടുത്ത് കഴുത്തിലേക്ക് വെക്കും. അപ്പോൾ ജാമി പറയുന്നുണ്ട്, ഇല്ല അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അതിന് മുന്നേ തന്നെ അയാൾ ഷൂട്ട് ചെയ്ത് മരണപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ ഇതുകൂടി ആവുന്നത് നമ്മുടെ ജാമി ഉടനെ തന്നെ അടുത്തുള്ള പോലീസുകാരെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോയിൻ ഉണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ കേക്ക് എല്ലാം വെച്ചിട്ട് ഇപ്പൊ ആ ഒരു കേക്ക് എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ നെയ്ബർ ആയിട്ടുള്ള സ്ത്രീ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ടോം എന്തിയെ, അവൻ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല അവൻ വന്നില്ല, അവൻ മറ്റൊരു സ്ഥലത്താണെന്ന് പറയുമ്പോൾ ടോം എന്ന് പറഞ്ഞാൽ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആണ്. അപ്പൊ അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അല്ല അവനെ പറ്റിയുള്ള കാര്യങ്ങൾ നിനക്കും അറിയാലോ, അതുകൊണ്ട് എന്തായാലും ഞാനത് നിർത്തി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അടുത്തൊരു മുറിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ദത്തെടുക്കാനായിട്ട് വന്നിരുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ പേര് ലിസ എന്നാണ്. അവളെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവള് റൂമിലിരുന്ന് എന്തോ ഒരു കാര്യം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ ഒരു മേശയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അകത്തേക്ക് കയറി വന്നിട്ട്, ഓക്കെ ലിസ, അപ്പോ നീ തയ്യാറല്ലേ? ഇന്ന് എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാനത് പറയാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലിസയെ നേരെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള എല്ലാവരോടും പറയും, ഓക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതൊരു സന്തോഷമായിട്ടുള്ള കാര്യം എന്നും പറഞ്ഞ് ലിസയെ പറ്റി പറയാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും വെളിയിൽ ഡോറിലാരും തട്ടുന്ന ശബ്ദം. ഓക്കെ നമുക്ക് മറ്റൊരു അതിഥി കൂടി ഉണ്ടെന്നും പറഞ്ഞ് ഹീറോയിൻ നേരെ വെളിയിലേക്ക് വന്ന ആ ഒരു ഡോർ തുറക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് ജാമി എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനാണ്. അല്ല നിങ്ങളല്ലേ ക്രിസ്റ്റീന എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞ് ഹീറോയിൻ താഴേക്ക് ഇറങ്ങി വരുന്നതും ആ ഒരു പോലീസുകാരൻ പറയും, എന്റെ പേര് ജാമി, ഇവിടുത്തെ പോലീസ് ഓഫീസറാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കല്ല എന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അങ്ങനെയൊന്നുമല്ല, ഏകദേശം 8 മണിക്കൂർ മുന്നേ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതിൽ നിന്നൊരു കുറ്റവാളി രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളൊന്ന് സേഫ് ആയിട്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് പോകാനുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ പോകണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അല്ല രക്ഷപ്പെട്ട ആ ഒരു കുറ്റവാളിയുടെ പേര് എലിസബത്ത് ആണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ കത്തിയും കൊണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ പുറകെ പോയിരുന്നല്ലോ, ആ ഒരു സ്ത്രീയാണ് സൈക്കോ കില്ലർ ആയിട്ടുള്ള എലിസബത്ത് എന്ന് പറഞ്ഞ സ്ത്രീ. അവരാണ് നേരത്തെ ആ ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞ 5 പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് അതിൽ 4 പെൺകുട്ടികളെ കൊന്നെന്ന് പറഞ്ഞല്ലോ, അവരാണത്. അതുപോലെ അന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു പെൺകുട്ടിയായിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. അന്ന് ആ ഒരു കേസ് അന്വേഷിച്ചിരുന്ന പോലീസുകാരനാണ് ഗെറി ബെയിൽ എന്ന് പറഞ്ഞിട്ട്
നമ്മുടെ ജാമിയെ വിളിച്ച് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കോ ലേഡി നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് വരും. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ജാമി ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോ അവളുടെ കുട്ടിക്കാലത്ത് അവളെ ആ ഒരു വീട്ടിൽ പിടിച്ചോണ്ട് വെച്ചല്ലോ, ആ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ആലോചിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ട് അവള് നേരെ വീടിനകത്തേക്ക് കയറി വന്ന്, ഓക്കെ ലിസ, നമുക്ക് ഇവിടെ നിന്ന് പോവാം, എന്തായാലും ഇവിടെ നിൽക്കണ്ട, ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരോടും സോറി എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ലിസയെ നേരെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ജെസ്സിയുടെ ബർത്ത്ഡേ ആയിട്ട് അവളെ ലിസയെ വെച്ച് പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ലിസയെ അവളുടെ മകളായിട്ട് ഇനി മുതൽ അഡോപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവരുടെയും മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ജെസ്സി ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവിടെ തന്നെ ഈ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തു. ഇപ്പൊ കാറിൽ നമ്മുടെ ലിസയെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ ക്രിസ്റ്റീന പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. അവൾ പറയും എല്ലാം ഞാൻ നിന്നോട് നാളെ വിശദമായിട്ട് തന്നെ പറയാം എന്ന് പറഞ്ഞ് അവളെ ഇപ്പൊ കൊണ്ടുവരുന്നത് നമ്മുടെ ക്രിസ്റ്റീനയെ എടുത്തു വളർത്തിയിരുന്ന രണ്ടുപേരുണ്ട് അവരുടെ വീട്ടിലേക്കാണ്. അപ്പൊ ഇത് കാണുന്ന ലിസ ആയാലും നല്ല ദേഷ്യപ്പെട്ടിട്ട് ഒന്നും മിണ്ടാതെ കാറിൽ നിന്നും നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ക്രിസ്റ്റീനയ്ക്കായാലും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇത് കഴിഞ്ഞ് ക്രിസ്റ്റീന നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ജാമി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ അവള് കാർ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോ ജാമി പറയും ഇല്ല, നിങ്ങൾ എന്തായാലും പേടിക്കണ്ട, ഇന്നത്തെ ആ ഒരു ദിവസം ഞാൻ ഇവിടെ കാവലുണ്ട്, ധൈര്യമായിട്ട് തന്നെ പോയി കിടന്നുറങ്ങിക്കോ. അതുമല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഒരു പരിസരം മുഴുവനായിട്ട് അന്വേഷിക്കുന്നുണ്ട്, എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, വെളിയിലാണെങ്കിലും നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ അവള് അധികം എവിടെയും പോകാനായിട്ട് ചാൻസ് ഇല്ല, എന്തായാലും ഞങ്ങൾ പിടിക്കും എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്റ്റീനയായാലും നേരെ റൂമിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്തൊരു പബ്ലിക് ടോയ്ലറ്റ് കാണിക്കുമ്പോൾ അതിന് വെളിയിലായിട്ട് ഒരു സ്ത്രീ വന്നിട്ട് അവര് പെട്ടെന്ന് തന്നെ ഒരു ബാത്റൂമിനകത്ത് ഓടി ഇങ്ങനെ കയറാണ്. അങ്ങനെ ഓടി കയറുമ്പോഴത്തേക്കും ഇതിനകത്ത് അവിടെയുള്ള കണ്ണാടിയെല്ലാം പൊട്ടിയിട്ട് ആ ഒരു ചില്ലെല്ലാം ഇങ്ങനെ താഴെ കിടപ്പുണ്ട്. ഓക്കെ, അവർ വലിയ കാര്യമൊക്കെ അത് നേരെ ടോയ്ലറ്റിനകത്തേക്ക് കയറി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് കഴിയുമ്പോൾ അവിടെയുള്ള ലൈറ്റുകളെല്ലാം അങ്ങ് അടയുന്നു. അപ്പൊ ഈ സ്ത്രീ പറയും ഹലോ, ആരെങ്കിലും വെളിയിലുണ്ടോ? ഞാനിവിടെ ഉള്ളിലുണ്ട്, ഇതുവരെയും പുറത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ അവരായാലും പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി അവരുടെ ഫോൺ എടുത്തിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ കറങ്ങി കറങ്ങി നോക്കുന്നതും പെട്ടെന്ന് അവരുടെ തലയിലേക്ക് എന്തോ കുത്തി ഇറങ്ങുന്നു. കാണിക്കുമ്പോഴത്തേക്കും എലിസബത്ത് എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലറാണത്. ഇവരുടെ തലയിൽ കുത്തിയത് അവിടെ പൊട്ടിക്കിടന്ന ആ ഒരു കണ്ണാടി ചില്ലാണ്. അതങ്ങനെ വലിച്ചൂരുന്നതും ഈ ഒരു സ്ത്രീ താഴെ വീഴുമ്പോൾ അവരുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവരുടെ ദേഹം മുഴുവനായിട്ടും ഒരുപാട് കുത്തുകുത്തുന്നുണ്ട്, ഒരു ദാക്ഷിണ്യമില്ലാതെ. അങ്ങനെ കുറെ കുത്തുകുത്തി കഴിയുമ്പോഴത്തേക്കാണ് ഇവരെ പറ്റിയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഗേറി ജാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിന് 5 വർഷങ്ങൾക്ക് മുന്നേ അവരൊരു ഹോസ്പിറ്റലിലെ പ്രസവ വാർഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു ദിവസം അവർ കുഞ്ഞുങ്ങളെ ഒരുപാട് പരിപാലിക്കുമായിരുന്നു. നല്ലൊരു നേഴ്സാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞുള്ള 5 വർഷത്തിന് ശേഷം അവരെന്തോ ഒരു സാഹചര്യത്തിൽ ജോലിയിൽ നിന്നും പുറത്തിറങ്ങി. അങ്ങനെ അതിനുശേഷമാണ് അവൾ ഓരോ പെൺകുട്ടികളായിട്ട് തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ തുടങ്ങിയത്. അതും ഓരോ വർഷവും അവൾ തട്ടിക്കൊണ്ടുപോയി കൊന്നിട്ട് അടുത്തതായിട്ട് പിടിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് നേരത്തെ കൊന്ന ആ ഒരു പെൺകുട്ടിയേക്കാൾ 1 വയസ്സ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് കേൾക്കുന്ന ജാമി പറയുന്നുണ്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റീനയല്ലേ അവർ ആദ്യമായിട്ട് തട്ടിക്കൊണ്ട് പോയത് എന്നും പറഞ്ഞിട്ട് ജാമി ക്രിസ്റ്റീനയുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവൾ ആ ഒരു ജനാലയുടെ അടുത്തേക്ക് വന്ന് കുറച്ചു നേരം നോക്കിയിട്ട് ഉള്ളിലേക്ക് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്റ്റീന അവളുടെ ഹാളിൽ നിന്നാണ് കണ്ണു തുറക്കുന്നത്. അതുമല്ല അവളുടെ കൈയും കാലും കാണിക്കുമ്പോഴത്തേക്കും അതിലെല്ലാം ഈ ഒരു മണ്ണെല്ലാം പറ്റിയതുപോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ എഴുന്നേറ്റ് നല്ലതുപോലെ ഫ്രഷ് ആയിട്ട് അവളുടെ ബാഗെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യാണ്, തുണിയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു മേശ എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ലിസ ഒരു പേപ്പറിൽ എന്തോ ഒരു കാര്യം എഴുതി വെച്ചിരുന്നല്ലോ. അത് കാണുന്നത് അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ഹാപ്പി ബർത്ത്ഡേ മാം എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ അമ്മയായിട്ട് നമ്മുടെ ഹീറോയിനെ സ്വീകരിച്ചു. ആ ഒരു കാര്യമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇതുകൂടി കാണുന്നത് ഹീറോയിൻ എന്ത് തോന്നിയെന്ന് അറിയത്തില്ല. അവളായാലും നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജാമി ഉണ്ടല്ലോ, അവൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്നിട്ട് ഹീറോയിനോട് യാത്ര പറയാനായിട്ട് നിൽക്കുമ്പോൾ ജാമി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ വേറെ എങ്ങോട്ട് പോകുന്നില്ലേ? അപ്പോൾ ക്രിസ്റ്റീന പറയും ഇല്ല, ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, കാരണം അവരെ പേടിച്ചിട്ട് എനിക്ക് വേറെ എങ്ങോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജാമി പറയും അതല്ല, നിങ്ങൾ കുറച്ച് നാളത്തേക്കെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മാറി നിന്നൂടെ? ഏയ് ഇല്ല, എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ ഹീറോയിൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ക്രിസ്റ്റീന ആയാലും നേരെ സ്കൂളിലേക്ക് പോയിട്ട് സാധാരണ ഇതിൽ അവൾ ക്ലാസ്സിലെടുത്ത് വെളിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്തോ വീണ്ടും ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ജാമി ഗെറി എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഇപ്പൊ അയാളായാലും ഏതോ ഒരു പെൺകുട്ടി എന്തോ ഒരു പ്രാർത്ഥന നടത്തുന്നത് പോലെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കാനായിട്ടുള്ള ഭാര്യ വന്ന് നിങ്ങളെ കാണാത്ത ഒരാളുണ്ടെന്ന് പറയുമ്പോൾ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് ജാമിയാണ്. ഓക്കെ ജാമി അകത്തേക്ക് കയറി വരാൻ പറഞ്ഞിട്ട് ഇവർ മുകളിലേക്ക് ഒന്ന് സംസാരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ആമി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരന്റെ മകൾ അവിടെ ഉണ്ട്. അവളാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. അപ്പൊ അവളെ കാണുമ്പോഴത്തേക്കും ജാമി ഹേയ് എങ്ങനെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇവരത്ര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഇവർ രണ്ടുപേരും ഇതിനു മുന്നേ പ്രണയിച്ചിരുന്നു. പക്ഷേ ഇവരുടെ വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ട് ആ ഒരു കല്യാണം നടന്നില്ല. അതുകൊണ്ടാണ് രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ ജാമി പറയുന്നത് ഞാൻ അവളോട് കുറെ പറഞ്ഞിരുന്നു, പക്ഷെ അവൾ മാറി നിൽക്കാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. അതുമല്ല നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ അറിയാലോ, 24 മണിക്കൂറും ഒരാൾക്ക് കാവലിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എന്ന് പറയുമ്പോഴത്തേക്കാണ് ഗെറി എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ പറയുന്നത് ഇല്ല,
എന്തായാലും നീയെങ്കിലും അവളുടെ വീടിന് വെളിയിലുണ്ടാവണം. കാരണം അന്ന് ആ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ 4 പെൺകുട്ടികളാണ് മരണപ്പെട്ടത്. അവരെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവളെങ്കിലും എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് കൂടിയാണെന്ന് പറയുന്നതും നമ്മുടെ ജാമി പറയും ഓക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഉൾപ്പെടെ ആ ഒരു 5 പെൺകുട്ടികളും അവളുടെ മുന്നിൽ ആ ഒരു കസേരയായിട്ട് വന്നിരിക്കുന്നത് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജാമിയെ കാണിക്കുമ്പോൾ ജാമി നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് എലിസബത്തിനെ പറ്റിയുള്ള ആ ഒരു കേസ് ഉണ്ടല്ലോ, ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു കാസറ്റ് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ അതും എടുത്ത് മറ്റൊരു ലേഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ളത് ഒരു പെൺകുട്ടി എന്തോ ഒരു കാര്യം സംസാരിക്കുന്നത് പോലെയാണ്. അവളോട് അവളുടെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 10 വയസ്സെന്ന് പറയും. അതേപോലെ തന്നെ യേശു എന്നെ സ്നേഹിക്കുന്നു, ആ ഒരു കാര്യം എനിക്കറിയാം, ഇതെല്ലാം ഞാൻ ബൈബിളിൽ നോക്കിയാണ് പഠിച്ചത് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ലേഡി ചോദിക്കുന്നുണ്ടല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ജാമി പറയും ഇല്ല ഇത് ആ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്, അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തൊരു റെക്കോർഡിംഗ് വീഡിയോ ആണിത്. ഓക്കെ ഈ ഒരു വീഡിയോ അല്ലേ ഇതേ ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും ഓക്കെ ഞാനത് എന്തായാലും പതിയെ കണ്ടുപിടിക്കാം, ഇതൊന്ന് ക്ലിയർ ആക്കേണ്ട ആവശ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇപ്പോൾ ടി വിയിൽ ആ ഒരു സൈക്കോ സ്ത്രീ ഉണ്ടല്ലോ അവരെ പറ്റിയുള്ള ന്യൂസാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളിയിൽ ആരോ ബെല്ലടിക്കുന്നു. വന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ അയൽക്കാരിയായിട്ടുള്ള സ്ത്രീയാണ്. അവരുടെ മകളെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്ത് ഏൽപ്പിച്ച് ഞാൻ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അകത്തേക്ക് വന്ന ആ ഒരു ചെറിയ പെൺകുട്ടിയോട് ഹീറോയിൻ ചോദിക്കും അല്ല ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ, എന്തെങ്കിലും കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഓക്കെ നമുക്കൊരു ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ഒളിച്ച് കളിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ആയാലും എണ്ണിയെല്ലാം കഴിഞ്ഞ് ഈ ഒരു ചെറിയ പെൺകുട്ടിയാണ് ഒളിച്ചു നിൽക്കുന്നത്. അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്ന് ഓരോ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ ആരോ വിളിക്കുന്നു. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ടോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റീന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവന്റെ അമ്മയാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റീൻ ചോദിക്കും അല്ല എന്തു പറ്റി നിങ്ങൾ എന്നെ വിളിക്കാനായിട്ട്? ഇല്ല ടോമിനെ കുറച്ചു നാളായിട്ട് കാണുന്നില്ല, അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, അതേപോലെ തന്നെ അവൻ 2-3 ദിവസമായിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് പറയുമ്പോൾ ക്രിസ്റ്റീൻ പറയും ഇല്ല ഞാനും അവനായിട്ട് ചെറിയ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് ഞാനും അവനെ കണ്ടിട്ട് ഒരാഴ്ചയ്ക്ക് അടുത്തായി എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ ഒളിച്ചിരിക്കുന്ന അവളെ നോക്കുമ്പോഴത്തേക്കും റൂമിൽ എവിടെയും ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അപ്പോൾ അവളോട് പറയുന്നത് മോളെ കളി അവസാനിച്ചു നീ പുറത്തു വരാൻ പറയുമ്പോഴും അവള് കേൾക്കുന്നില്ല. ഹീറോയിൻ ആയാലും ഇപ്പൊ എല്ലായിടത്തും പേടിച്ച് ഓടി വന്ന ആ ഒരു ഡോർ വലിച്ചു തുറക്കുന്നതും മുന്നിലതേ ജാമി നിൽക്കുന്നു. ഇത് കണ്ട് ഹീറോയിൻ നല്ലതുപോലെ അങ്ങ് പേടിച്ചു പോകും. അതുമല്ല ജാമിയുടെ കൂടെ തന്നെ ഉണ്ട് ആ ഒരു ചെറിയ പെൺകുട്ടി. അപ്പോൾ ജാമി പറയും അല്ല ഇവള് നിങ്ങളെ പറ്റിച്ചു, ഇത്ര നേരം വെളിയിൽ ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഹീറോയിൻ പറയും ഞാൻ നല്ലതുപോലെ അങ്ങ് പേടിച്ചു പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ക്രിസ്റ്റീന ജാമി നേരെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്റ്റീനയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ജാമി ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീന അവളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, അവളുടെ സ്കൂളിൽ പോയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ജാമിയോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ജാമി നേരെ വെളിയിലേക്ക് വന്നിരുന്നു അവന്റെ കാറിലിരുന്നിട്ട് ഗെറി എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയും ഇതുപോലെ എലിസബത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഞാൻ കണ്ടിരുന്നു, അതിൽ തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റീനയെ അവിടെ ഇരുത്തിയിട്ട് അവർ പറയുന്നുണ്ട് നിനക്ക് എത്ര വയസ്സായെന്ന് അവനോട് പറയാനായിട്ട്. പക്ഷെ ആരാണവൻ, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഗെറി പറയും അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എലിസബത്ത് ഒരു മതഭ്രാന്തിയാണെന്ന് എനിക്കറിയാം, ഒരുപക്ഷെ യേശുവിനോട് പറയുന്നത് പോലെ ആയിരിക്കാം അന്ന് അവൾ സംസാരിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ക്രിസ്റ്റീനയുടെ വീടിന്റെ പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇത് കേട്ട ജാമി ആയാലും പതിയെ ടോർച്ച് കൊടുത്ത് വെളിയിലേക്ക് ഇറങ്ങി അവിടെയെല്ലാം നല്ലതുപോലെ ഒന്ന് നോക്കാണ്. പക്ഷേ വെളിയിൽ ആരെയും അങ്ങനെ കാണുന്നില്ല. ഓക്കെ ക്രിസ്റ്റീൻ അകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ വീടിന് മുന്നിലേക്ക് ചെന്ന ആ ഒരു ജനാല വഴി അകത്തേക്ക് തന്നെ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. കുറെ നേരം നോക്കിയിട്ടും അകത്തും അങ്ങനെ ആരെയും കാണുന്നില്ല. അങ്ങനെ അവൻ കറങ്ങി വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ ജാമി അങ്ങ് പേടിച്ചു പോവും. നോക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല നമ്മുടെ ക്രിസ്റ്റീന തന്നെയാണ്. സത്യത്തില് അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതാണ്. അവൾക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അവൾ വീണ്ടും നടന്ന് മുറിക്കകത്തേക്ക് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ക്രിസ്റ്റീന കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവൾ വീണ്ടും ഹാളിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതേപോലെ അവളുടെ കയ്യിലും കാലിലെല്ലാം മണ്ണ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവൾ ഫ്രഷ് ആവാനായിട്ട് പോകുമ്പോഴത്തേക്കും അവളുടെ കയ്യിലെ നഖമെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അവളൊരു ബാൻഡേഡെല്ലാം ചുറ്റിയിട്ട് അത് കഴിഞ്ഞ് അവൾ നേരെ കോഫി ആയിട്ട് നമ്മുടെ ജാമിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവനോട് ചോദിക്കും അല്ല അവരെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? അതെ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് അവരെ കണ്ടതായിട്ടെല്ലാം പറയുന്നുണ്ട്, അന്വേഷിച്ച് വരികയാണ്. എന്നിട്ട് ജാമി ഓക്കെ എന്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ജാമി അവിടെ നിന്ന് പോകുന്നതും അങ്ങനെ അത് കഴിഞ്ഞ് ക്രിസ്റ്റീന നേരെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ടോം എന്ന് പറഞ്ഞിട്ട് അവനെ കാണാനായിട്ട് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ അവന്റെ അമ്മ അവളെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവളായാലും സംസാരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തി എന്നും പറഞ്ഞ് ആ ഒരു വീടിന്റെ ഡോറും തുറന്ന് അകത്തേക്ക് ചെന്നിട്ട് ആ മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ടോമും അതേപോലെ തന്നെ മറ്റൊരു പെണ്ണും ആ ഒരു മുറിക്കകത്ത് മരിച്ചു കിടക്കുന്നു. അത് ഇവരെ രണ്ടുപേരെ കൊടൂരായിട്ട് ആരോ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇതുകൂടി കണ്ട് നമ്മുടെ ക്രിസ്റ്റീന ആയാലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് അത് കഴിഞ്ഞ് നമ്മുടെ ജാമിയെ വിളിക്കും. ജാമി ആയാലും 1-2 പോലീസുകാരെയും കൊണ്ട് അവിടേക്ക് വന്നിട്ട് ഇപ്പൊ ജാമി ക്രിസ്റ്റീനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്തായിരിക്കും സംഭവിച്ചത്? അപ്പോൾ പറയും എനിക്കറിയത്തില്ല, പക്ഷേ അവൻ എന്നെ പറ്റിച്ചു, മറ്റൊരു പെണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ ഉപേക്ഷിച്ചത്. പക്ഷെ ഒരിക്കലും അവൻ ഇങ്ങനെ മരിക്കേണ്ട ഒരുത്തനല്ല, അവനത് അറിയിക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ജാമി ചോദിക്കും അങ്ങനെയാണെങ്കിൽ അവന് ദേഷ്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും ഇല്ല ഒരിക്കലല്ല,
ഇത് എലിസബത്ത് തന്നെയായിരിക്കും, എന്നെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് അവൾ കൊന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ജാമി ചോദിക്കും, അല്ല അതെങ്ങനെ ശരിയാവും? നിനക്ക് അവനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം എലിസബത്തിന് എങ്ങനെ അറിയാം? കൊല്ലണമെന്നുണ്ടെങ്കിൽ നിന്നെ അന്വേഷിച്ചല്ലേ വരേണ്ടത്, പിന്നെ ഇവരെല്ലാവരെ കൊല്ലുന്ന എന്തിനാ? ഒരുപക്ഷേ അവന്റെ പുതിയ കാമുകിയുടെ ഭർത്താവോ അല്ലെങ്കിൽ അവനോട് ദേഷ്യമുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും അത്. അപ്പോഴും നമ്മുടെ ക്രിസ്റ്റീന അത് സമ്മതിക്കുന്നില്ല. എന്തായാലും അവരായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്റ്റീന ഇപ്പൊ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ക്രിസ്റ്റീന നേരെ ചെല്ലുന്നത് ലിസ പഠിക്കുന്ന ആ ഒരു സ്കൂളിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് പറയും. അങ്ങനെ അവളുടെ സുഹൃത്തുക്കളുണ്ടല്ലോ അവരോട് വന്നിട്ട് ലിസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി പറയും അവള് പള്ളിയിലേക്ക് പോയി. അങ്ങനെ ഇത് കേൾക്കുന്ന നമ്മുടെ ക്രിസ്റ്റീന അടുത്തതായിട്ട് അവിടെയുള്ള ആ ഒരു ചർച്ചിലേക്ക് ചെല്ലും. അങ്ങനെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ലിസ ഇരിക്കുന്നു. അതുപോലെ ഇത്തവണയാണെങ്കിലോ അവളുടെ മുഖമെല്ലാം മാറിയിട്ട് ഇല്ല കുരുത്തം കിട്ട പിള്ളേരുണ്ടല്ലോ അവരെ പോലെ മേക്കപ്പ് എല്ലാം ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് വരാൻ പറയുമ്പോഴത്തേക്ക് അവൾ പറയും ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറയും. കാരണം വേറെ ഒന്നല്ല, ഹീറോയിൻ അവളെ ആ ഒരു വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോയതുകൊണ്ടാണ് ഈ ഒരു ദേഷ്യമുള്ളത്. പെട്ടെന്നാണ് അവളുടെ അടുത്ത് നിന്ന് ഒരു പയ്യൻ ഇങ്ങനെ എഴുന്നേൽക്കുന്നു. അത് അവളുടെ ബോയ് ഫ്രണ്ട് ആണ്. ഇതുകൂടി കാണുന്നത് ഹീറോയിൻ ചോദിക്കും അല്ല നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പയ്യൻ പറയും അതെന്തിനാ നിങ്ങൾ അറിയുന്നേ, അവളെ ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അങ്ങനെയാണെങ്കിൽ നീ ഉടനെ തന്നെ ജയിലിൽ പോകും. കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടൊപ്പം ഇങ്ങനെല്ലാം ചെയ്ത് അവളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നീ എന്തായാലും ജയിലിൽ പോകുമെന്ന് പറയുമ്പോൾ ആ ഒരു പയ്യൻ പേടിച്ചു പോകും. കാരണം വേറെ ഒന്നല്ല, ലിസയ്ക്ക് 13 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ടിപ്പോ നമ്മുടെ ഹീറോയിൻ ലിസയെ നല്ല വഴക്ക് പറഞ്ഞിട്ട് അവളെ കൊണ്ട് കാറിൽ പോവാണ്. അങ്ങനെ പോകുമ്പോഴായാലും ലിസ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നെ തനിച്ചാക്കിയെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ അപ്പോഴും ആ ഒരു കാരണം പറയുന്നില്ല. അത് കാരണം ലിസയാണെങ്കിലും നല്ല ദേഷ്യപ്പെട്ട് ഒരുപാട് വഴക്കെല്ലാം പറഞ്ഞ് കാർ അടുത്തേക്ക് കൊണ്ട് നിർത്തുമ്പോഴത്തേക്ക് അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്നും പറഞ്ഞിട്ട് അവൾ നടന്നങ്ങ് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ജാമിയാണെങ്കിലോ എലിസബത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവര് ജോലി ചെയ്ത ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതേപോലെ തന്നെ അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. അവരോട് എലിസബത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ അവര് നല്ലതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമായിരുന്നു. രാത്രിയായി കഴിഞ്ഞാല് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എലിസബത്ത് ആ ഒരു കുട്ടികളെല്ലാം നല്ലതുപോലെ നോക്കും. അപ്പോൾ ജാമു ചോദിക്കും പിന്നെന്തുകൊണ്ട് അവർ ഈ ഒരു ജോലി നിർത്തി പോകാൻ കാരണം? അതിവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരാളായിട്ട് അവൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് കാരണമാണ് അവളെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ ജാമു ചോദിക്കും ശരി അയാളുടെ പേര് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡി പറയുന്നത് അയാൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ടേക്കുന്ന ഈ ഒരു യൂണിഫോം ഇല്ലേ അതുപോലെ ഒരു യൂണിഫോം ഇട്ടിരുന്ന ഒരാളായിരുന്നു എന്ന് മാത്രമേ പറയത്തുള്ളൂ, പേരെന്താണെന്ന് പറയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ക്രിസ്റ്റീന അവളുടെ വളർത്തച്ഛനും വളർത്തമ്മയുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വരാണ്. ഇവിടെയാണ് നമ്മുടെ ലിസയെ അവൾ കൊണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഇവിടേക്ക് വന്നിട്ട് അവളുടെ അച്ഛനോട് ചോദിക്കും അല്ല ലിസ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇല്ല അവളിപ്പോ ഞങ്ങള് നല്ലതുപോലെ തന്നെയാണ് നോക്കുന്നത്, പക്ഷെ നീ എന്തിനാ അവളെ ഒറ്റയ്ക്ക് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ശ്രമിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് ആ ഒരു അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്റ്റീന ആണെങ്കിൽ അതിന് വലിയ രീതിയിൽ മറുപടി ഒന്നും പറയാതെ അവൾ വരുവാണെങ്കിൽ എന്നെ അറിയിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഇപ്പോ രാത്രിയായി. ആ ഒരു സമയത്താണ് നമ്മുടെ ജാമി ഗെറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനെ വിളിക്കുന്നത്. അയാളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് അയാളുടെ ഭാര്യ എടുത്തിട്ട് സോറി എന്റെ ഭർത്താവ് വിശ്രമിക്കാനെന്ന് പറയുമ്പോൾ ഇല്ല ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്, പ്ലീസ് നിങ്ങൾ ഇനി ഒരിക്കലും എന്റെ ഭർത്താവിനെ വിളിക്കരുത് എന്നും പറഞ്ഞ അവർ ഫോൺ കട്ട് ചെയ്യും. ഒന്നാമത്തെ കാര്യം അവരുടെ മകളെ നമ്മുടെ ജാമി സ്നേഹിച്ചതിന്റെ ആ ഒരു ദേഷ്യമുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഭർത്താവിന് വയ്യാത്തത് കൊണ്ടും അവരിപ്പോ വിളിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോ അവള് കാറും കൊണ്ട് നേരെ നഗരത്തിലേക്ക് വരികയാണ്. കാരണം ലിസ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ലിസ ഹീറോയിനെ വിളിക്കുന്നു. ഇപ്പൊ ലിസ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാല് അവള് നേരെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അതുമല്ല നേരത്തെ അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഹീറോയിനോട് സോറി എല്ലാം പറയുന്നുണ്ട്. അതുമല്ല ലിസ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അമ്മയെ പറ്റിയുള്ള മറ്റൊരു കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോ അല്ല എന്ത് കാര്യ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഫോണും കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഇപ്പൊ ലിസയുടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ വളർത്തച്ഛനോ അമ്മയുണ്ടല്ലോ അവര് രണ്ടുപേരും ഉറങ്ങായിട്ട് പോയി കിടക്കുന്നു. അതേസമയം ലിസയുടെ വീടിന് വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആരോ ഒരാൾ ഈ ഒരു വീടിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് പോലെ വെളിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അകത്ത് കാണിക്കുമ്പോഴത്തേക്ക് അവളുടെ അച്ഛനും അമ്മയും വളർത്തച്ഛനും അമ്മയും ഇത് തന്നെയാണ് നമ്മുടെ ഹീറോയിന്റെയും വളർത്തച്ഛനും അമ്മയും. അങ്ങനെ അവര് രണ്ടുപേരും ഉറങ്ങായിട്ട് പോയി കിടക്കും. ഇപ്പൊ ഒരു രാത്രി ഒരു 10 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ വീണ്ടും രാത്രി ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അയാൾ ഭാര്യയോട് പറയും വെളിയിൽ എന്തോ ഒരു ശബ്ദമുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ ഡോറിനടുത്തേക്ക് വന്നിട്ട് ചുറ്റിനെ നോക്കുന്നുണ്ട്. അവിടെ ഒന്നുമില്ല. അതുമല്ല നമ്മുടെ ലിസയുടെ മുറി തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവള് ഹെഡ്ഫോൺ എല്ലാം വെച്ചിട്ട് പാട്ടെല്ലാം കേട്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ ഡോർ അടച്ചിട്ട് വീണ്ടും അയാളുടെ മുറിയിലേക്ക് വന്ന് ആ ഒരു കട്ടിലേക്ക് കിടന്നിട്ട് പുതപ്പെടുത്തിങ്ങനെ മൂടുമ്പോഴത്തേക്കാണ് അതിൽ നിറയെ രക്തം ഇങ്ങനെ പറ്റിയിരിക്കുന്നു. ഹേയ് എന്ത് സംഭവിച്ചു എന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അയാളുടെ ഭാര്യയെ ആൾറെഡി തന്നെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു മുറിയുടെ ഒരു സൈഡിൽ നിന്നും ആ ഒരു സൈക്കോ ലേഡി ഉണ്ടല്ലോ അവര് വലിയൊരു കോടയെ എടുത്തുകൊണ്ടെന്ന് അയാളെയും വെട്ടിയാൻ കൊല്ലുകയാണ്. പക്ഷെ ഈ ഒരു ശബ്ദം ഒന്നും നമ്മുടെ ലിസക്കുട്ടി കേൾക്കുന്നില്ല. കാരണം അവള് ഹെഡ്സെറ്റെല്ലാം വെച്ചിരിക്കുകയാണല്ലോ. അപ്പോഴേക്കാണ് നമ്മുടെ ലിസയ്ക്ക് എന്തോ ഒരു ഡൗട്ട്. അവൾ ആ ഒരു ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ട് പതിയെ നടന്ന് അവളുടെ അച്ഛന്റെ അമ്മയുടെ ആ ഒരു മുറിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇപ്പോ. അങ്ങനെ പതിയെ ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ലേഡി കോടാലി കൊണ്ട് അവര് രണ്ടുപേരെ വെട്ടി നിർത്തുന്നില്ല. അങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കാണ്. ഇത് കണ്ട നമ്മുടെ ലിസ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നതും അവര് ലിസയെ കണ്ടു.
എന്നിട്ട് ലിസയെ പിടിക്കാനായിട്ട് വരുമ്പോ ലിസ അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓടാണ്. അങ്ങനെ അവൾ ഓടുമ്പോഴത്തേക്ക് ആ ഒരു സൈക്കോ ലേഡി അവളുടെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ കുറെ ദൂരം നമ്മുടെ ലിസ ഓടുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അവൾ ഈ ഒരു കാടിനുള്ളിലൂടെ ഓടുന്നു കുറെ ദൂരം ഓടിയിട്ട് ഒരു മരത്തിനടുത്ത് ഒളിച്ചിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് ആ ഒരു ലേഡി വരുന്നു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി താഴേക്കെല്ലാം വന്ന് വീണിട്ട് അത് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് ഓടി അവസാനം ഇരുട്ടിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഏതോ ഒരു മരത്തിൽ വന്ന് ഇടിച്ച് അവള് നേരെ താഴേക്ക് വീഴാണ്. അതേസമയം ഇവിടെ നമ്മുടെ ജാമി ഉണ്ടല്ലോ, അവനിപ്പോ നമ്മുടെ ക്രിസ്റ്റീനയുടെ വീട്ടിലേക്ക് വരാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. അങ്ങനെ ജാമി പാതിയെ ആ ഒരു വീടിന്റെ പുറകിലേക്ക് ടോർച്ച് ഒഴിച്ചിങ്ങനെ വന്നിട്ട് ഒരിടത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരോ ഒരാൾ ഇരിക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ക്രിസ്റ്റീനയാണ്. അവളാണെങ്കിൽ ഒരിടത്തേക്ക് വന്നിരുന്നിട്ട് അവിടുത്തെ മണ്ണെല്ലാം ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു മാറ്റുന്നു. പക്ഷെ ഇപ്പൊ അവള് ബോധത്തിലല്ല, അവൾ ആ ഒരു ഉറക്കത്തിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ക്രിസ്റ്റീന അടുത്ത ദിവസം ആ ഒരു ഹാളിൽ നിന്ന് കണ്ണു തുറന്നിട്ട് അവളുടെ കൈയെല്ലാം മുറിഞ്ഞിരിപ്പുണ്ട്, കയ്യിലെല്ലാം മണ്ണും പറ്റിയിട്ടുണ്ട്. അപ്പോ ഇതാണ് എല്ലാ രാത്രിയിലും അവൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ കയ്യിലും കാലിലെല്ലാം ഈ ഒരു മണ്ണ് പറ്റിയിരിക്കുന്നത്. അങ്ങനെ അവൾ നടന്ന് റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് വീടിനകത്ത് ആരോ കയറിയതുപോലെ ഷൂവിന്റെ പാടുണ്ട്. അതാരാണെന്ന് വെച്ചിട്ട് നമ്മുടെ ജാമി തന്നെയാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ ഇത് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്റ്റീന പെട്ടെന്ന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വന്ന്, ജാമി നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യരുതായിരുന്നു, എന്റെ വീട്ടിലേക്ക് കയറാൻ കഴിയത്തില്ല, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ജാമി പറയും ഇല്ല ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവളോട് പറയും ടെറിയോ അവന്റെ ഭാര്യയും കഴിഞ്ഞ രാത്രി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റീന അപ്പോ ലിസ അവളെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്, അവളെ ഇപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റീന ആയാലും ഇപ്പൊ ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുമ്പോൾ ജാമി ചോദിക്കുന്നുണ്ട് ഓക്കെ നീ എന്തായാലും എന്നെ സഹായിച്ചേ പറ്റൂ, എന്തുകൊണ്ടാണ് ആ ഒരു സൈക്കോ ലേഡി നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരെയും കൊല്ലുന്നത്? അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നിന്നെയാണ് കൊല്ലേണ്ടത്, പക്ഷേ എന്തുകൊണ്ട് അവൾ എങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ഹീറോയും പറയും എനിക്കറിയത്തില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും അത് ശരിയാവത്തില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്, അവർ 4 പേരും നിങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അതിന് കാരണം എന്താണെന്ന് എനിക്കറിയുമെന്ന് പറയുമ്പോൾ അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്റ്റീന അപ്പോഴും എനിക്ക് അറിയത്തില്ല എന്ന് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ജാമി ചോദിക്കും ശരി നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? അപ്പോൾ ക്രിസ്റ്റീന പറയും അത് നീ അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അവൾ പറയും ഞാൻ ലിസയെ അന്വേഷിക്കുമായിരുന്നു. എവിടെ? നിങ്ങളുടെ വീട്ടിന്റെ എവിടെ? നിങ്ങളുടെ വീടിന്റെ വെളിയിലോ? ജയിലിൽ നിന്നിറങ്ങിയ ആ ഒരു സ്ത്രീ നിന്നെ കൊല്ലാതെ നീയുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എല്ലാവരെയും കൊല്ലുന്നു, അതിനെന്താണ് കാരണം? അങ്ങനെയാണെങ്കിൽ നീ അവർക്ക് അത്രയും സ്പെഷ്യലാണ്, അതുകൊണ്ടാണ് നിന്നെ മാത്രം അവരൊന്നും ചെയ്യാത്തത്. അപ്പൊ ഇത്രയും നാൾ ഞാൻ കാവലിരുന്നത് ഒരു തെറ്റായിട്ടുള്ള വീട്ടിലാണ്, കാരണം നിനക്കൊരു അപകടം സംഭവിക്കില്ലായിരുന്നു, നിന്നെ കൊല്ലാൻ അവസരം ഉണ്ടായിട്ടും അവൾ ചെയ്തില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ഹീറോയും പറയും ഞാൻ ആ ഒരു വീട്ടിലുണ്ടായിരുന്നപ്പോ, ഞാൻ കുട്ടിയായിരുന്നപ്പോ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ജാമി പറയുന്നുണ്ട് പക്ഷെ എന്നോട് കള്ളം പറയുന്നവരെ എനിക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴേക്കാണ് ഹീറോയിൻ ജാമിയെ തള്ളിക്കളഞ്ഞിട്ട് ഓക്കെ ജാമി നീ ഒരു കാര്യം പറയും, ഗെറി ബെയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞുവിടാനുള്ള കാരണം എന്തായിരിക്കും? എന്തെങ്കിലും പ്രത്യേകം കാരണം പറഞ്ഞു? അതേപോലെ തന്നെ എനിക്ക് ബർത്ത്ഡേ കാർഡുകൾ അയക്കുന്നു, വിഷ് ചെയ്യുന്നു, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? കാരണം അവന് നല്ല കുറ്റബോധമുണ്ട്, എന്നെ രക്ഷിക്കാൻ എന്നെ പോലെയുള്ള 4 പെൺകുട്ടികളെ രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട്. അതുകൊണ്ട് നീ അറിഞ്ഞുകൊണ്ടല്ല എന്നെ സംരക്ഷിക്കാൻ വന്നിട്ടുള്ളത്, അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതോടെ ജാമി നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇതിനു ശേഷം നമ്മുടെ ഹീറോയിൻ നേരെ ലിസയെ അന്വേഷിച്ച് നേരെ ആ ഒരു ചർച്ച ഉണ്ടല്ലോ അവിടേക്ക് ചെല്ലാണ്. അങ്ങനെ ആ ഒരു ചർച്ചിനകത്തേക്ക് കയറി ലിസ നീ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ആ ഒരു ചർച്ചിന് മുകളിലേക്ക് കയറി അവിടെ ഒരു മുറിക്കകത്ത് നോക്കുമ്പോഴത്തേക്കും അവളുടെ ആ ഒരു കാമുനായിട്ടുള്ള പയ്യനുണ്ടല്ലോ അവൻ അവിടെ ഇരിക്കുന്നു. ഹേയ് നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ലിസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൾ ടോർച്ചടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യനെയും ആ ഒരു സൈക്കോ ലേഡി കൊന്നിട്ടുണ്ട്, അവന്റെ കഴുത്തറുത്ത് കൊന്നേക്കാണ്. ഇതുകൂടി കണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും പഴയ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്റ്റീന ആ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴത്തേക്ക് അവളോടൊപ്പം തന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്റ്റീന പറയുന്നുണ്ട് ബാ നീ ഇല്ലാതെ ഞാൻ പോത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പെൺകുട്ടി പറയും ഇല്ല ഈ ഒരു വീട്ടിലെ നിയമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ, എനിക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്നും എലിസബത്ത് ക്രിസ്റ്റീന എന്നും പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയും ക്രിസ്റ്റീന ഇവിടെ നിൽക്കണ്ട, നീ ഓടിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റീന അങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നത്. അപ്പോൾ മറ്റേ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ആയാലും അങ്ങനെ കുറെ ദൂരം ഓടിയിട്ടും എവിടെയും നമ്മുടെ ലിസയെ കണ്ടുപിടിക്കാണ്ട് കഴിയുന്നില്ല. അതേസമയം നമ്മുടെ ജാമി ആ ഒരു വീഡിയോ റെക്കോർഡ് കൊണ്ട് കൊടുത്തല്ലോ ഒരു ലേഡിയുടെ അടുത്ത്, അവർ ആ ഒരു വീഡിയോ നല്ലതുപോലെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ജാമി എന്ന് പറഞ്ഞു ആ ഒരു ഫോട്ടോയിലുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ ഇപ്പം നോക്കുമ്പോഴത്തേക്കും അതൊരിക്കലും ഒരു ഫോട്ടോയല്ല, അതൊരു മിററാണ്. അതിൽ നിൽക്കുന്നത് വേറെ ഏതൊരു പെൺകുട്ടിയുടെ രൂപമാണ്. ആ ഒരു പെൺകുട്ടി അനങ്ങുന്നത് പോലെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ക്രിസ്റ്റീനയുടെ അടുത്ത് കാണിക്കുമ്പോൾ ആ ഒരു ചർച്ചിന്റെ അടുത്തേക്ക് ജാമി മറ്റു പോലീസുകാരെല്ലാം വന്നു. എന്നിട്ട് ആ ഒരു പയ്യനെ പറ്റിയെല്ലാം ക്രിസ്റ്റീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്റ്റീന പറയും ഇതുപോലെ ലിസിയുടെ ബോയ് ഫ്രണ്ട് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ജാമി ചോദിക്കുന്നത് ക്രിസ്റ്റീന നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു 4 പെൺകുട്ടികളുടെ കാര്യം അതെനിക്കറിയാം, അവർ 4 പേരും മരിച്ചുപോയി. പക്ഷെ മറ്റൊരു കാര്യം നീ ഒളിക്കുന്നുണ്ട്, കാരണം
എലിസബത്ത് നിന്നെ തേടി വെളിയിലേക്ക് വന്നു, പക്ഷെ ഒരിക്കലും നിന്നെ കൊല്ലുന്നില്ല, നിനക്കറിയാവുന്ന മറ്റുള്ളവരെയാണ് കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ മറ്റാരോ സഹായിക്കുന്നുണ്ട്, അല്ലാതെ അവരെ പറ്റി അവരെങ്ങനെ മനസ്സിലാക്കും എന്ന് ക്രിസ്റ്റീനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ക്രിസ്റ്റീന മറ്റൊരു കാര്യം പറയുന്നത്. സത്യത്തിൽ അതെല്ലാം പറഞ്ഞത് ക്രിസ്റ്റീന തന്നെയാണ്. എങ്ങനെയാണെന്നല്ലേ, ക്രിസ്റ്റീനയെ അന്ന് പോലീസുകാരി രക്ഷപ്പെടുത്തിയതിനു ശേഷം ക്രിസ്റ്റീനയ്ക്ക് വേറെ ആരും ഇല്ലായിരുന്നു, അവൾ ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത്. അതുമല്ല കുറെ കാലം ആ ഒരു സൈക്കോ ലേഡിയോടൊപ്പമാണ് അവൾ താമസിച്ചത്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയായിട്ട് അവരെ കണ്ടതുകൊണ്ട് ജയിലിലുണ്ടായിരുന്ന സമയത്ത് ആ ഒരു ലേഡിക്ക് ക്രിസ്റ്റീന 15 വയസ്സുള്ളപ്പോൾ കത്തെഴുതുമായിരുന്നു. അതൊരു 10-18 വയസ്സ് വരെ അവൾ തുടരുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്റ്റീനയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം എലിസബത്ത് പറഞ്ഞ ആ ഒരു സൈക്കോ ലേഡി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീനയ്ക്ക് വേണ്ടപ്പെട്ടവരാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ലായിരുന്നു, കാരണം അന്ന് ഞാൻ ഒരു കുട്ടിയായിരുന്നു, എനിക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവർക്ക് കത്തെഴുതി എന്നാണ് ഇപ്പോൾ ക്രിസ്റ്റീന പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ജാമി പറയുന്നത്, ഓക്കെ ക്രിസ്റ്റീന, ഞങ്ങൾ ലിസയെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റീനയെ അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് കൊണ്ടുപോകും. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ലിസയെ ആ ഒരു സൈക്കോ ലേഡി കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ലിസയുടെ ശരീരമാണ് ഇപ്പോൾ അവർക്ക് ഇന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റീന ഇപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ജാമി പറയുന്നുണ്ട്, ഇനി നീ ഒറ്റയ്ക്ക് പോണോ, അടുത്തായിട്ട് നിന്നെ കൊല്ലാനായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ക്രിസ്റ്റീന പറയും, അതൊരിക്കലും ഞാൻ കാര്യമാക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന് വീടിന് വെളിയിൽ ഒരു കോടാലിയുണ്ട്, അതും എടുത്ത് നേരെ അകത്തേക്ക് കയറി എവിടെയാ നീ എന്നും പറഞ്ഞ ആ ഒരു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചിനെ നശിപ്പിക്കാൻ ആ ഒരു ദേഷ്യം കാരണം. അതുമല്ല കുട്ടിക്കാലത്തെ ഒരുപാട് ശബ്ദങ്ങളും അവൾ ചുറ്റും നിന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വീടിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ആ ഒരു വീഡിയോ പരിശോധിച്ച ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവർ ജാമിയെ വിളിക്കുന്നത്. അങ്ങനെ ജാമിയെ വിളിച്ചിട്ട് ആ ഒരു വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത്, ഓക്കെ 1998 ക്രിസ്റ്റീനെ രക്ഷപ്പെടുന്നതിന് ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണെന്നാണ് അവൾ പറഞ്ഞത്. അതുമല്ല ആ ഒരു സമയത്ത് തന്നെ 4 പെൺകുട്ടികൾ മരണപ്പെടുകയും ചെയ്തു. അവസാനമായിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റീനയാണ്, അങ്ങനെയല്ലേ? അപ്പോൾ ജാമി പറയും, അതെ ശരി, അങ്ങനെയാണെങ്കിൽ ഇതേ ഈ ഒരു വീഡിയോയിൽ എന്താണ് സംഭവിക്കുന്നത് നീ തന്നെ ഒന്ന് കണ്ടുപോക്ക് എന്നും പറഞ്ഞ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അവൾ കണ്ടുപിടിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ഫോട്ടോ അല്ല, അതൊരു കണ്ണാടിയാണ്, അതിനടുത്തൂടെ ഒരു പെൺകുട്ടി നടന്നു പോയെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ആ ഒരു വീട്ടിൽ ക്രിസ്റ്റീനയോടൊപ്പം വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ കണ്ടുപിടിച്ചതുപോലെ മൊത്തത്തിൽ 5 പെൺകുട്ടികളല്ല 6 പെൺകുട്ടികളുണ്ടായിരുന്നു. അവസാനമായിട്ട് ക്രിസ്റ്റീനയോടൊപ്പം ഇതിനു മുന്നേയുള്ള 4 പെൺകുട്ടികളെ കൊന്നതിന് ശേഷം ക്രിസ്റ്റീനയോടൊപ്പം വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം ഒരിക്കലും ക്രിസ്റ്റീന പോലീസുകാരോട് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഹീറോ ആലോചിക്കുകയാണ്. അതേസമയം നമ്മുടെ ക്രിസ്റ്റീനയുടെ വീട്ടിലെ ആ ഒരു ഓർഫൻ നടത്തുന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പോൾ ലിസയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ക്രിസ്റ്റീനയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അതുമല്ല ക്രിസ്റ്റീനയെ പറ്റി അയാൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി. എന്നിട്ട് ക്രിസ്റ്റീനയോട് വന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ലിസയെ നിങ്ങളോടൊപ്പം ഞാൻ അയക്കത്തില്ലായിരുന്നു. നിങ്ങളെ അന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ മറ്റൊരു ഓർഫണിലായിരുന്നു, അവിടെ നിങ്ങളോടൊപ്പം റൂമിലുണ്ടായിരുന്ന വേറൊരു പെൺകുട്ടിയെ ചൂല് കൊണ്ട് അടിച്ചു കൊല്ലാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. ആ ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്റ്റീന പറയും, അന്ന് ഞാൻ അത് ഉറക്കത്തിൽ ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ലിസയെ നിങ്ങളോടൊപ്പം വിടത്തില്ലായിരുന്നു. അതുകൊണ്ട് ലിസയോട് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ലിസ മരിച്ചു, അതിന് കാരണം നിങ്ങളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ വന്നല്ലോ അയാൾ ഇവള് കുറ്റപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അയാൾ പറയും, ഓക്കെ എന്ത് തന്നെയായാലും ഇപ്പോൾ നിങ്ങളുടെ പിറകെ ഒരു കൊലയാളിയുണ്ട്, ആ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞു, നിങ്ങൾ ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളോടൊപ്പം അവളെ ഞങ്ങൾ വിടത്തില്ലായിരുന്നു ക്രിസ്റ്റീന എന്ന് പറയുന്നതും ക്രിസ്റ്റീന അങ്ങനെ എഴുന്നേറ്റിട്ട് അവളുടെ കയ്യിൽ ആ ഒരു കോടാലി ഇപ്പോഴും ഉണ്ട്. അവൾ ആ ഒരു കോടാലി പിടിച്ചിട്ടാണ് പറയുന്നത്, സോറി എന്റെ പേര് അതല്ല എന്നും പറഞ്ഞ് ആ വന്നവനുണ്ടല്ലോ അയാളെ അവിടെ വെച്ചങ്ങ് കൊല്ലുകയാണ് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ അയാൾ എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റീന നേരെ അവളുടെ വീടിന്റെ പുറകിലേക്ക് വന്ന് അവിടെ വലിയൊരു കുഴി ഇങ്ങനെ എടുക്കാണ്. ഇനി നേരത്തെ കൊന്ന അവനെ കുഴിച്ചിടാനാണോ അത് വേറെ എന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല. അവൾ അങ്ങനെ ആ ഒരു കുഴി എടുക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നു. ക്രിസ്റ്റീനയെ എലിസബത്ത് ആ ഒരു വീട്ടിൽ പിടിച്ചു വെക്കുന്ന ആ ഒരു സമയത്ത് ക്രിസ്റ്റീനയോടൊപ്പം വേറൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പെൺകുട്ടിയെ എലിസബത്ത് അങ്ങനെ കൊന്ന് വീട്ടിൽ നിന്നും വലിച്ച് വെളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പൊ ക്രിസ്റ്റീന പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് കരയുമ്പോഴത്തേക്കും അവർ ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ കുഴിച്ചിടുകയാണ്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പോ ക്രിസ്റ്റീന ആ ഒരു കുഴി എടുത്തു കഴിഞ്ഞു. അതുമല്ല ആ ഒരു കുഴിയിൽ നിന്നും അന്ന് ആ ഒരു വീട്ടിനടുത്ത് കുഴിച്ചിട്ട പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ശരീരം വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് ജാമിയും വരുന്നുണ്ട്. അപ്പോഴാണ് ക്രിസ്റ്റീന പറയുന്നത്, ഇതേത് പെൺകുട്ടിയാണെന്ന് അറിയോ? അപ്പോൾ ജാമി പറയും, അന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 6ാമത്തെ ആ ഒരു പെൺകുട്ടിയല്ലേ? അതെ, എനിക്ക് അവൾ നല്ലൊരു സുഹൃത്തായിരുന്നു, അവളെ കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവൾ ചെയ്തില്ല. അവളുടെ പേര് കേറ്റി എന്നാണ്. അവള് മരിക്കാനായിട്ടുള്ള കാരണവും ഞാൻ തന്നെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ക്രിസ്റ്റീന നല്ലതുപോലെ കരയുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും അവൾ എനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ക്രിസ്റ്റീന കരയുമ്പോഴത്തേക്കാണ് ജാമി പറയുന്നത്, എലിസബത്ത് കൊല്ലപ്പെട്ടു. 2 മണിക്കൂർ മുന്നേ അവരുടെ ശരീരം അടുത്തുള്ള കാട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതേ ഉള്ളൂ, അതും ആ ഒരു ശരീരത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റീന പറയുമില്ല, അതൊരിക്കലും ശരിയായിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു അവസാനം നമ്മുടെ ക്രിസ്റ്റീനെ തന്നെയാണോ എല്ലാവരെയും കൊന്നിട്ട് അവരാണ് കൊന്നതെന്ന് പറഞ്ഞത്. ആ ഒരു സംശയവും നമ്മുടെ ജാമിക്കുണ്ട്. അതുകൊണ്ട് ജാമി പറയും,
ക്രിസ്റ്റീന നീ ഇപ്പൊ എന്നോടൊപ്പം വന്നേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും. അതേസമയം ഇവിടെ ഗെറി ബെയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴയ പോലീസുകാരനുണ്ടല്ലോ, അയാളുടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ക്രിസ്റ്റീനയെ പറ്റിയുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്താണ് അയാളുടെ ഭാര്യ അയാളുടെ റൂമിലേക്ക് വരാനായിട്ട് വരുമ്പോഴത്തേക്കും വെളിയിൽ ആരോ ബെല്ലടിക്കുന്ന ശബ്ദം. ഇവര് പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുന്നതും അവരുടെ മുഖത്തേക്ക് ഒരു ബുള്ളറ്റ് കൊള്ളുന്നു. അവർ നേരെ താഴേക്കൊന്ന് വീഴും. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട ആ ഒരു പോലീസുകാരൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും അയാളുടെ ഭാര്യ അവിടെ മരിച്ചു കിടക്കാണ്. എന്താണെന്ന് അറിയത്തില്ല. അതുമല്ല പ്രഗ്നന്റ് ആയിട്ടുള്ള അയാളുടെ മകളുണ്ടല്ലോ അവളും വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കാണ് പെട്ടെന്ന് ആ ഒരു സൈക്കോ ലേഡി നമ്മുടെ ജാമി പറഞ്ഞതുപോലെ അവര് മരിച്ചിട്ടൊന്നുമില്ല, അവരങ്ങനെ വന്നിട്ട് ഇപ്പോ ആ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നത്. പോലീസുകാരൻ അയാളുടെ മകളോട് പറയുന്നത് മോളെ നീ അകത്തേക്ക് കയറി പോകാനായിട്ട് പറയുന്നത്. അവള് പേടിച്ച് അകത്തേക്ക് കയറുന്ന ആ ഒരു സമയത്ത് തന്നെ അയാളെ ഈ ഒരു സൈക്കോ ലേഡി ഷൂട്ട് ചെയ്ത് കൊല്ലും. അത് കഴിഞ്ഞിട്ട് അയാളുടെ മകളെ പിടിക്കാൻ വേണ്ടി മുകളിലത്തെ റൂമിലേക്ക് കയറി പോവാണ്. അവളിപ്പോ റൂമിനകത്തേക്ക് പോയിട്ട് ഡോറിൽ അടച്ചിരിക്കുന്നു. എന്നിട്ട് അവൾ നേരെ ജാമിയെ വിളിക്കും. ജാമിയെ വിളിച്ച് ഇതുപോലെ ഏതോ ഒരു സ്ത്രീ വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനെ അമ്മയെ ഷൂട്ട് ചെയ്തു, നീ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ നമ്മുടെ ജാമി ആയാലും വണ്ടി എടുത്തിട്ട് നല്ല സ്പീഡിന് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ജാമിയുടെ ഗേൾ ഫ്രണ്ടും കൂടിയായിരുന്നു ആ ഒരു പെണ്ണ്. അതേസമയം ആ ഒരു സൈക്കോ ലേഡി എലിസബത്തിനെ കാണിക്കുമ്പോഴത്തേക്കും അവർ ആ ഒരു വീട്ടിലെ അവിടെയുള്ള ആ ഒരു ടേബിളിലേക്ക് തന്നെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതിൽ അവരുടെ വീട്ടിൽ എന്തോ ഒരു പാർട്ടി നടക്കുന്നത് പോലെ ഒരുപാട് പേര് വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ വെളിയിലെ നമ്മുടെ ജാമി കാറുമായിട്ട് വന്ന് പെട്ടെന്ന് തോക്കും എടുത്ത് വീടിനകത്തേക്ക് കയറി പോവും. ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോഴും വണ്ടി തന്നെ ഇരിക്കുകയാണ്, അവൾ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ജാമി അകത്തേക്ക് പോയിട്ട് ഓരോ മുറിയായിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ മരിച്ചു കിടക്കുന്ന അവരുടെ രണ്ടുപേരുടെ ശരീരം കാണുന്നു. അതുമല്ല മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അവൻ നേരെ ആ ഒരു പെണ്ണിന്റെ ആമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് അവള് പ്രഗ്നന്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ വയറ് കീറിയ ആ ഒരു കുഞ്ഞിനെ എലിസബത്ത് പുറത്തെടുത്തു. അപ്പൊ ആ ഒരു കാര്യം അവൾ പറയുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇവളുടെ വയറ് കീറിയത് കൊണ്ട് തന്നെ രക്തം ഒരുപാട് പോയിട്ട് ആമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് അവിടെ വെച്ച് മരിക്കാണ്. ജാമിക്ക് അവളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴേക്കാണ് വെളിയിൽ ഈ ഒരു കാറിനകത്തിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ, ഇനി എനിക്ക് എന്തായാലും നിന്നെ എന്റെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയത്തില്ല, ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഞാനത് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു വീടിനകത്തേക്ക് കയറി വരും. അങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നു. അവളായാലും പതിയെ കിച്ചണിലേക്ക് ചെന്നിട്ട് ഒരു കത്തി ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് ആ ഒരു കുഞ്ഞിനെ അവിടെയുള്ള ടേബിളിൽ ഇങ്ങനെ കിടത്തിയേക്കാണ്. ആ ഒരു കുഞ്ഞിപ്പോ കരയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനായാലും അകത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കി നടക്കുമ്പോഴത്തേക്കും എലിസബത്ത് പതിയെ പുറകിലൂടെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവൾ ആ ഒരു കുഞ്ഞിനെ നോക്കി പറയുന്നുണ്ട്, നല്ലൊരു പെൺകുട്ടിയാണത്, നല്ല പരിശുദ്ധയായിട്ടുള്ള പെൺകുട്ടി, അത് നിനക്ക് വേണ്ടി. നീ അന്ന് വീടിനകത്തേക്ക് കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയെ പോലെയല്ല, അതുകൊണ്ട് തന്നെ നീ ആഗ്രഹിച്ചതുപോലെ നിനക്കെല്ലാം ഉണ്ട്. ദേ ഈ ഒരു കുഞ്ഞും നിനക്കുള്ളതാണ്, അതുകൊണ്ട് നീ എന്നോട് നന്ദി പറയുമോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു കത്തിയെടുത്ത് ഹീറോയിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ വിട്ട് എന്നിട്ട് പറയും, ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിന് നീ എന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതും പണ്ട് മുതൽ തന്നെ നിനക്ക് ചെയ്തിരുന്ന എല്ലാ കാര്യത്തിനോടും. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ എല്ലാം ത്യാഗം ചെയ്തത്, ഇതിനെല്ലാം കാരണം നീയാണ് എന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു ഒറ്റ വിട്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം നമുക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു ചെറിയ പെൺകുട്ടി കേറ്റി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പെൺകുട്ടിയും നമ്മുടെ ക്രിസ്റ്റീന ആ ഒരു വീട്ടിലുള്ള സമയത്ത് ഇവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം. എന്നിട്ട് ഇപ്പോൾ എലിസബത്ത് പറയും, ഓക്കെ ഈ കുഞ്ഞിനെ നീ എടുത്തോ, നീ ആഗ്രഹിച്ചതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞാണിത്, എന്നിട്ട് ഞാൻ ചെയ്തതിനോടെല്ലാം എന്നോട് നന്ദി പറയാനായിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റീനയായാലും ഇപ്പോൾ പെട്ടെന്ന് അവരെ നന്ദിയുണ്ട് അമ്മേ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് അവരെ കെട്ടിപ്പിടിച്ചിട്ട് വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് പറയും, എല്ലാത്തിനും കാരണം എന്നെ നല്ലതുപോലെ മനസ്സിലാക്കി തന്നതിന്, ഇതെനിക്ക് വേണ്ടിയിട്ടല്ലാന്ന്, എപ്പോഴും നിങ്ങൾ തന്നെയായിരുന്നു അതെല്ലാം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞ് അവരെ താടിക്ക് കുത്തിയിടുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയെ പോലെ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റീന പറയും, ഇല്ല ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെ അല്ല, നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്തായിരുന്നു, എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഭ്രാന്തുള്ള സ്ത്രീയല്ല എന്നും പറഞ്ഞ് അവരോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ എടുത്ത് ഹീറോയിൻ അങ്ങനെ പതിയെ വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പൊ പോലീസുകാരെല്ലാം വെളിയിൽ വന്ന് നിൽക്കാണ്. ആ ഒരു സമയത്ത് ആ ഒരു സൈക്കോലേഡി ഇപ്പോഴും മരിച്ചിട്ടില്ല. അവര് ഹീറോയിനെ കൊല്ലാൻ വേണ്ടി പുറകിലേക്ക് വരുമ്പോൾ പോലീസുകാർ അവരുടെ കണ്ണിലേക്ക് ഷൂട്ട് ചെയ്ത് ആ ഒരു സൈക്കോ ലേഡിയെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. സോറി, വെളിയിലുള്ള പോലീസുകാരല്ല, നമ്മുടെ ജാമിയാണ് അവരെ ഷൂട്ട് ചെയ്യുന്നത്, അവനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോലീസുകാരെല്ലാം അവിടേക്ക് വന്ന് ആംബുലൻസ് എല്ലാം അവിടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വെളിയിലിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരാൾ വന്ന് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, കേറ്റി, എന്റെ പേര് കേറ്റി എന്നാണ് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു മൂവിയിൽ സംഭവിച്ചതെന്നല്ലേ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എലിസബത്ത് എന്ന് പറഞ്ഞ ഈ ഒരു സൈക്കോ സ്ത്രീ അത്രയും പെൺകുട്ടികളെ 6ഓളം പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സത്യത്തില് അതിൽ 5 പെൺകുട്ടികളെ മാത്രമാണ് അവർ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. 6ാമത്തെ പെൺകുട്ടി വേറെ ആരുമല്ല, അവരുടെ സ്വന്തം മകളായിരുന്നു. അതാരാണെന്ന് വെച്ചാല് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ.
അവളുടെ യഥാർത്ഥ പേര് ക്രിസ്റ്റീന എന്നല്ല, കേറ്റി എന്നാണ്. അതേപോലെ തന്നെ എലിസബത്ത് ബാക്കിയുള്ള 5 പെൺകുട്ടികളെയും ഈ ഒരു വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുവരാനുള്ള കാരണം, എലിസബത്ത് ആയാലും ആ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഏതോ ഒരാളായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ബന്ധമുള്ള ആള് ഗെറി ബെയ്ലർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനല്ലേ, അയാളാണ്. അയാളിലുണ്ടായ കുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. കൂടാതെ അതിനുശേഷം നമ്മുടെ എലിസബത്തിന് മാനസികമായിട്ടും കുറെ പ്രശ്നങ്ങൾ വന്നിട്ട് തന്റെ മകൾക്ക് ഒരു സഹോദരിയെ വേണം. അതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ള ഒരുപാട് പെൺകുട്ടികളെ അവർ തട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ആരും അവൾക്ക് നല്ലൊരു സഹോദരി ആവാൻ നിൽക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടികളെ എല്ലാവരെയും എലിസബത്ത് കൊല്ലുമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു 4 പെൺകുട്ടികളെ എലിസബത്ത് കൊന്നത്. അത് കഴിഞ്ഞ് 5ാമത്തെ ആ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് ക്രിസ്റ്റീന. അതായിരുന്നു ആ ഒരു ഫ്ലാഷ് ബാക്കിലെ 2 പെൺകുട്ടികളെ കാണിച്ചത്. അതൊരാൾ നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ ആയിട്ടുള്ള കേറ്റിയും മറ്റേ പെൺകുട്ടി ക്രിസ്റ്റീനയും. പക്ഷേ ക്രിസ്റ്റീനയെ നമ്മുടെ കേറ്റിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ എലിസബത്തിന് ക്രിസ്റ്റീനയെ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റീനയെ കൊല്ലാനായിട്ട് പലതവണ ശ്രമിക്കുമ്പോഴും നമ്മുടെ ഹീറോയിൻ ക്രിസ്റ്റീനയെ രക്ഷപ്പെട്ട് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ചെറിയ പെൺകുട്ടി അവിടെ നിന്നും ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ എലിസബത്ത് അവസാനം ക്രിസ്റ്റീനയെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ കേറ്റി ആയാലും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതുപോലെ തനിക്കൊരു സഹോദരി വേണം, അതുകൊണ്ട് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വരാനായിട്ട്. എലിസബത്ത് ഇതുപോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവൾ ആ ഒരു കാര്യം ചെയ്തത്, നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് തന്റെ അമ്മയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാനായിട്ട് നമ്മുടെ ഹീറോയിൻ തീരുമാനിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടി പോകുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ട കാര്യമുണ്ടല്ലോ. സത്യത്തില് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ തന്റെ അമ്മയെ പോലീസ് പിടിച്ചു എന്ന് അറിയുമ്പോഴത്തേക്കും അവരുടെ മകളാണെന്ന് പറയാനായിട്ട് ഹീറോയിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അവളുടെ കേറ്റി എന്നുള്ള പേര് മാറ്റിയിട്ട് അവളുടെ സുഹൃത്തായിട്ടുള്ള ക്രിസ്റ്റീനയുടെ പേര് അവൾ സ്വീകരിച്ച് പിന്നീട് ക്രിസ്റ്റീനയായിട്ട് ഇത്രയും കാലം ജീവിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അവൾ പോലീസിനോട് താൻ ഉൾപ്പെടെ 5 പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം അവൾ പറഞ്ഞത്. ഒരിക്കലും ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ പറ്റി ഹീറോയിൻ പറഞ്ഞിട്ടുമില്ലായിരുന്നു. ഇതാണ് സത്യത്തിലെ ഈ ഒരു മൂവിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവസാനം അവളുടെ അമ്മ വന്ന് അവളോട് പറയുന്നതും ഇത്രയും കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നെല്ലാം പറയല്ലോ. അതിന് കാരണം ഇത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.